യാത്രക്കാരെ ആകാശപാതയിൽ അങ്കലാപ്പിലാക്കി വിമാനം അടിയന്തരമായി നിലത്തിറക്കി ഇന്ത്യയിൽ വീണ്ടും എയർ ഇന്ത്യ വക പരീക്ഷണം. അടിയന്തര ലാൻഡിംഗിന് ശ്രമിക്കവേ റൺവേയിൽ മറ്റൊരു വിമാനം എത്തിയത് പ്രതിസന്ധിയുടെ ആക്കം കൂട്ടുകയും ചെയ്തു. ഇതോടെ വീണ്ടും പറന്നുയർന്ന വിമാനം രണ്ടാം തവണ സുരക്ഷിതമായി ലാൻഡ് ചെയ്യുകയായിരുന്നു. വിമാന ഗതാഗതം കൈകാര്യം ചെയ്യുന്നതിലെ പിഴവ് ചൂണ്ടിക്കാട്ടി സംഭവത്തിൽ DGCA പരാതി നൽകുമെന്ന് വിമാനത്തിലുണ്ടായിരുന്ന കേരളത്തിൽ നിന്നടക്കമുള്ള MP-മാർ അറിയിച്ചു. സാങ്കേതിക തകരാറിനുമപ്പുറം ആശയവിനിമയത്തിലും പ്രശ്നമുണ്ടെന്നാണ് KC വേണുഗോപാൽ MP വ്യക്തമാക്കിയത്. മുഴുവൻ യാത്രക്കാരും സുരക്ഷിതരാണെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MPയും തന്റെ ഫേസ്ബുക്കിലൂടെ അറിയിച്ചു. തിരുവനന്തപുരത്ത് നിന്നും ഡൽഹിക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ വിമാനം ഞായറാഴ്ചയാണ് ചെന്നൈയിൽ അടിയന്തരമായി ഇറക്കിയത്. അത് റഡാറിന്റെ തകരാറിനെ തുടർന്നാണ് എയർ ഇന്ത്യയുടെ വിശദീകരണം. MP-മാരായ KC വേണുഗോപാൽ, കൊടിക്കുന്നിൽ സുരേഷ്, അടൂർ പ്രകാശ്, K രാധാകൃഷ്ണൻ എന്നിവരും തമിഴ്നാട്ടിൽ നിന്നുള്ള MP റോബർട്ട് ബ്രൂസ് അടക്കം മൊത്തം 160 യാത്രക്കാരാണ് ആ വിമാനത്തിൽ ഉണ്ടായിരുന്നത്. യാത്രക്കാരെല്ലാം സുരക്ഷിതരാണ്. കഴിഞ്ഞ ദിവസം വൈകിട്ട് 7:15 തിരുവനന്തപുരത്ത് നിന്നും പറന്നുയർന്ന വിമാനം അരമണിക്കൂർ വൈകിയാണ് പുറപ്പെട്ടത്. 1 മണിക്കൂർ പറന്ന ശേഷം സാങ്കേതിക തകരാർ കണ്ട ശേഷം ചെന്നൈയിലേക്ക് ലാൻഡ് ചെയ്യുന്നു. അതും രണ്ടാമത്തെ തവണയാണ് ലാൻഡിംഗ് സാധ്യമായത്. വിമാനത്തിന് സാങ്കേതിക തകരാറുണ്ടെന്ന പൈലറ്റിന്റെ അറിയിപ്പ് കേട്ടപ്പോൾ ഞെട്ടിപ്പോയെന്ന് KC വേണുഗോപാൽ പറയുന്നു. വിമാനം പറന്നുയർന്ന് ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് പൈലറ്റിന്റെ അറിയിപ്പ് വന്നത്. ശ്വാസം അടക്കി പിടിച്ചാണ് പിന്നീട് ഇരുന്നത്. ചെന്നൈ വിമാനത്താവളത്തിന് മുകളിൽ പറന്ന് ഇന്ധനം തീരാറായപ്പോഴാണ് ലാൻഡിങ്ങിന് ശ്രമിച്ചതെന്നാണ് ആദ്യം പറഞ്ഞത്. ലാൻഡിങ്ങിനായി ഇറങ്ങുമ്പോൾ റൺവേയിൽ മറ്റൊരു വിമാനമുണ്ടെന്ന അറിയിപ്പ് വന്നു. അതോടെ ഞങ്ങളുടെ വിമാനം വീണ്ടും മുകളിലേക്ക് പറന്നു. ഇതോടെ സാങ്കേതിക പ്രശ്നങ്ങൾക്കപ്പുറം ആശയവിനിമയത്തിലും എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കി. വിമാനത്തിന്റെ പൈലറ്റിന്റെ മനസാന്നിധ്യം കൊണ്ട് മാത്രമാണ് തങ്ങൾക്ക് തുണയായതെന്നും KC വേണുഗോപാൽ കൂട്ടിച്ചേർത്തു. ക്യാപ്റ്റൻ വെങ്കടേഷിന്റെ അസാമാന്യ മികവ് മൂലം റഡാറുമായുള്ള ബന്ധം നഷ്ടപ്പെടുകയും ചെന്നൈ വിമാനത്തിലെ അടിയന്തര ലാൻഡിംഗ് സമയത്ത് മറ്റൊരു വിമാനവുമായുള്ള കൂട്ടിമുട്ടൽ ഒഴിവാക്കുകയും ചെയ്തു. മുഴുവൻ യാത്രക്കാരുമായി വിമാനം സുരക്ഷിതരായി ചെന്നൈ ലാൻഡ് ചെയ്തെന്നാണ് കൊടിക്കുന്നിൽ സുരേഷ് MP കുറിച്ചത്. രക്ഷപ്പെട്ടത് മഹാഭാഗ്യത്തിനെന്നാണ് അടൂർ പ്രകാശ് MP അഭിപ്രായപ്പെട്ടത്. പാർലമെന്റ് സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഡൽഹിയിലേക്ക് തിരിച്ചതാണ് ഈ MP-മാർ. അതേസമയം വിമാനം ചെന്നൈയിൽ അടിയന്തര ലാൻഡിംഗ് നടത്തിയതിൽ വിശദീകരണമായി എയർ ഇന്ത്യ രംഗത്ത് വന്നു. റഡാറുമായുള്ള ബന്ധം തകരാറിലായതോടെയാണ് വിമാനം വഴിതിരിച്ചു വിട്ടത്. അടിയന്തര ലാൻഡിംഗിൽ സുരക്ഷാ വീഴ്ച ഇല്ല. റൺവേയിൽ മറ്റൊരു വിമാനം ഉണ്ടായിരുന്നില്ല. എയർ ട്രാഫിക് കൺട്രോളിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് ആദ്യ ലാൻഡിംഗ് ഒഴിവാക്കിയതും രണ്ടാമത് കൃത്യമായി ലാൻഡ് ചെയ്തതെന്നും എയർ ഇന്ത്യ വിശദീകരിച്ചു.